have Mrs. Archana, Digital Marketing Team Lead. Hi, ma'am. Hi, thank you. Thank you, Aishwarya. Ma'am, digital marketing course in this syllabus, അതേപോലെ mode of delivery, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? Okay. ഒരു കാൻഡിഡേറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു കമ്പനിയിലേക്ക് കയറുന്ന സമയത്ത് ആ ഒരു കമ്പനി കാൻഡിഡേറ്റിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ബേസിക് സെറ്റ് ഓഫ് സ്കിൽസ് ഉണ്ട്. സോ ആ ഒരു സെറ്റ് ഓഫ് സ്കിൽസ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ആവാം. ഓക്കെ, സോ നമ്മൾ IPSRൽ ചെയ്യുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാൻഡിഡേറ്റ് ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അലോങ് വിത്ത് ഇന്റേൺഷിപ്പ് ഒരു കമ്പനി ആ കാൻഡിഡേറ്റിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്ന സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് നമ്മൾ കൊടുക്കുന്നത്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഗൂഗിൾ ആഡ്സ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, കണ്ടന്റ് മാർക്കറ്റിംഗ്, ഇമെയിൽ മാർക്കറ്റിംഗ്, SEO എന്നീ ഏരിയാസിൽ നമ്മൾ കംപ്ലീറ്റ് വർക്ക് എക്സ്പീരിയൻസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ലൈവ് ടാസ്ക് ആണ് കൊടുക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ നമ്മൾ യൂട്യൂബ് വീഡിയോ ക്രിയേഷൻ ടാസ്ക് കൊടുക്കുന്നുണ്ട്, ബ്ലോഗ് ക്രിയേഷൻ ടാസ്ക് കൊടുക്കുന്നുണ്ട്. സോ ഈ ടാസ്കുകളോടെ ഒക്കെ അവർക്ക് കിട്ടുന്ന ഒരു ഔട്ട്കം എന്ന് പറയുന്നത് അവരുടെ കണ്ടന്റ് ക്രിയേഷൻ സ്കിൽസ് അല്ലെങ്കിൽ വീഡിയോ ക്രിയേഷൻ സ്കിൽസ് അവർക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ സാധിക്കും. SEOന്റെ കേസ് എടുക്കുകയാണെങ്കിൽ പലർക്കും ഉള്ള ഒരു ഡിഫിക്കൽട്ടി ആണ്. അതായത് അവർക്ക് സർട്ടിഫിക്കേഷൻസ് ഉണ്ട്, കുറെ ഗൂഗിൾ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്, പക്ഷെ ഒരു ലൈവ് പ്രോജക്റ്റ് എടുത്ത് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് അവർക്ക് കിട്ടാറില്ല, ഒരു ഇന്റർവ്യൂക്ക് പോകാനുള്ള ഒരു കോൺഫിഡൻസ് അവർക്ക് കിട്ടാറില്ല. സോ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ IPSRന്റെ സ്റ്റുഡൻസിന് നമ്മൾ അവർക്ക് അതായത് SEO ചെയ്ത് പഠിച്ച് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വേർഡ്പ്രസ് വെബ്സൈറ്റ് നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട് ഇന്റേൺഷിപ്പിന്റെ സമയത്ത്. സോ ആ ഒരു ടൈമിൽ അവർക്ക് യോസ്റ്റ് SEO, റാങ്ക് മാത്ത് തുടങ്ങിയ SEO പ്ലഗിൻസ് അവർ തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവർ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് അവർക്ക് SEO പഠിക്കാനുള്ള ഒരു അവസരമാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നത്. സോ അതുപോലെ തന്നെ നമ്മൾ SEO ഓഡിറ്റ് ടാസ്ക് കൊടുക്കുന്നുണ്ട്. ഈ ഒരു SEO ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റിന് SEO ഓഡിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു റിസൾട്ട് ആയിരിക്കില്ല അടുത്തൊരു വെബ്സൈറ്റ് ഓഡിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു റിസൾട്ട്. സോ ആ ഒരു വെബ്സൈറ്റ് ഓഡിറ്റ് ടാസ്കുകൾ ഓക്കെ അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ വേണം നമുക്ക് ആ SEOന്റെ സ്കിൽസ് അങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു മെന്ററിങ് സപ്പോർട്ടും മൾട്ടിപ്പിൾ വെബ്സൈറ്റ്സും നമ്മൾ അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതായിരിക്കും. സോ അങ്ങനെ ലൈവ് പ്രോജക്ട്സിൽ ചെയ്യുമ്പോൾ തന്നെ അവരുടെ ആ ഒരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുകയും അവർക്ക് ഒരു ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു പേഴ്സണൽ കരിയർ സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിലും ഒരു ഫ്രീലാൻസ് വർക്ക് ചെയ്യാനാണെങ്കിലും അവർക്ക് ആ ഒരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ വേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് സ്കില്ലാണ് ഡേറ്റ അനാലിറ്റിക്സ് എന്ന് പറയുന്നത്. അതായത് ഡേറ്റ ഒരു വെബ്സൈറ്റിൽ വരുന്ന വിസിറ്റേഴ്സ് ആരൊക്കെ വരുന്നു, ഏതൊക്കെ കൺട്രീസിൽ നിന്ന് വരുന്നു, ഏതൊക്കെ ഡിവൈസസ് നിന്ന് വരുന്നു, ഒരു വീക്ക്ലി എത്ര ട്രാഫിക് വരുന്നുണ്ട് വെബ്സൈറ്റിൽ, വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി എത്ര ട്രാഫിക് വരുന്നുണ്ട് വെബ്സൈറ്റിൽ, ഇതൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതിന് പറ്റിയ ഒരു വെരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മീഡിയ ആണ് ഗൂഗിൾ അനാലിറ്റിക്സ്. സോ ഗൂഗിൾ അനാലിറ്റിക്സിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഡേറ്റ കിട്ടും. സോ അതിലൂടെ നമുക്ക് വെബ്സൈറ്റിൽ എത്ര ആൾക്കാർ ബൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ അതും നമുക്ക് ചെയ്യാം. സോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കിൽസും പ്രാക്ടിക്കൽ ടാസ്കുകൾ നമ്മൾ മോണിറ്റർ ചെയ്യാനുള്ള പ്രാക്ടിക്കൽ ടാസ്കുകൾ നമ്മൾ സിലബസിൽ കൊടുക്കുന്നതായിരിക്കും. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായാലും അറിയുന്നുണ്ടെങ്കിൽ ഒരു പ്രാക്ടിക്കൽ നോളജ് നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും യു ക്യാൻ ബിക്കം എ സക്സസ്ഫുൾ ഡിജിറ്റൽ മാർക്കറ്റർ. ഓക്കെ മാം സിലബസ് ഒന്ന് സമപ്പ് ചെയ്ത് പറയാമോ? ഓക്കെ, നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ് വിത്ത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, അത് ബേസിക് ആൻഡ് അഡ്വാൻസ് അതായത് ആഡ്സ് കൂടെ വരുന്ന രീതിയിലാണ് നമ്മൾ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ വി ഹാവ് കണ്ടന്റ് മാർക്കറ്റിംഗ് ഇസ് ദ കണ്ടന്റ് മാർക്കറ്റിംഗിൽ വി ഹാവ് കോറ മാർക്കറ്റിംഗ്, കണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ അതിൽ വരുന്നതായിരിക്കും. ബ്ലോഗ് റൈറ്റിംഗ്, ആർട്ടിക്കൽ സബ്മിഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ദെൻ വി ഹാവ് ഗൂഗിൾ ആഡ്സിലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആഡ്സ്, യൂട്യൂബ് ആഡ്സ്, അങ്ങനെ എന്തൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ads ഒക്കെ അതിൽ ഇൻക്ലൂഡഡ് ആവുന്നതായിരിക്കും. Then we have affiliate marketing, various opportunities of affiliate marketing നമ്മൾ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. Then we have Google Tag Manager also. ഇപ്പം Google Analytics without website backend details with Analytics account data നമുക്ക് അതിലുള്ള ഡേറ്റാസും കാര്യങ്ങളും ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. സോ അതിനുവേണ്ടി Google Tag Manager also നമ്മൾ ഇപ്പം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമ്മളെ സിലബസിൽ. And then we have SEO ബേസിക് ആൻഡ് അഡ്വാൻസ്. SEO മോസ്റ്റ്ലി പ്രാക്ടിക്കൽ നോളജ് ആണ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് പ്രാക്ടിക്കൽ നോളജ് ഇല്ലാതെ മോസ്റ്റ് ഓഫ് ദ പ്ലേസസ് അവർ തിയറിക്കൽ നോളജസ് മാത്രമാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് മാത്രം കാര്യമല്ല. ഇപ്പൊ കമ്പനീസ് ഒക്കെ നോക്കുന്നത് തന്നെ പണി അറിയോ, അതായത് സർട്ടിഫിക്കറ്റ്സിനെക്കാളും കമ്പനി നോക്കുന്നത് ആ ഒരു ആറ്റിറ്റ്യൂഡ് കൂടെയാണ് അവർ പ്ലേസ്മെന്റിന്റെ കാര്യത്തിൽ നോക്കുന്നത്. സോ ആ ഒരു കേസിൽ നിങ്ങൾ കോൺഫിഡന്റ് ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുന്നതായിരിക്കും.
ഈ മൊഡ്യൂൾസ് പെർട്ടിക്കുലർ ആയിട്ട് പഠിക്കാനായിട്ട് സാധിക്കുമോ? അതായത് ഇപ്പൊ SEO മാത്രമായിട്ട് ചൂസ് ചെയ്യുന്നവര്? തീർച്ചയായും നമ്മൾ SEO മാത്രമായിട്ട് ആവശ്യമുള്ളവർ വരുന്നുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് മാത്രം ആവശ്യമുള്ളവർ വരുന്നുണ്ട്. സോ അക്കോർഡിംഗ് ടു യുവർ തിങ് നമ്മൾ നിങ്ങൾക്ക് കോഴ്സ് ജോയിൻ ചെയ്യാം. പക്ഷേ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കോഴ്സ് എടുക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ എല്ലാം ഇന്റർ ഡിപെൻഡന്റ് ആണ്. സോ നിങ്ങൾക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫ്യൂ മന്ത്സ് ബിഫോർ ഒരു സ്റ്റുഡന്റ് വന്നിട്ടുണ്ടായിരുന്നു. സോ അവർ ആദ്യം SEO മോഡ്യൂൾ മാത്രമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ദെൻ ലേറ്റർ ഓൺ he understood that other SEO മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, എല്ലാത്തിലും ഒരു നോളേജ് ഉണ്ടായിരിക്കണം എന്നുള്ളത്. Later on he took the other modules as well. So it's always better I suggest you to take the entire digital marketing course. Okay, ma'am. Thank you so much. Okay. Are you confused about what to choose as the next step towards your career? Contact us and our educational counselors will help you out. If you have any IT related doubts, you may comment below so that we can help you answer those questions in our IPSR Cast series. I will leave the link of the IPSR Cast playlist in the description as well. So see you in the next video of IPSR Cast. Thank you and have a great day.